ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സവാളൊന്നും വഴറ്റാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡിയാക്കാം. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൈദപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുണ്ടാവും. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ പരത്തി എടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു വലിയ സവാള ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പച്ചമുളകും അതുപോലെ ഇഞ്ചി പിന്നെ മല്ലിയില. അപ്പോൾ ഇവിടെ ചെറിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളകും അതുപോലെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടെടുത്തു. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. അതും ഞാനൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ സ്നാക്സിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പരത്തി വെച്ച ഒരു മാവ് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു ഫില്ലിങ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലത്തെ ഒരു മാവ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഞാനൊന്ന് പിരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്കിത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയും ചെയ്യാൻ പറ്റും. പ്രസ് ചെയ്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ പിരിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും ഒന്ന് ഗോൾഡൻ കളറാവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇതാ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്